ശ്രീ ജേക്സി തോമസ്, ഈ ഒരു പ്രതികരണം കൊണ്ടുകൂടിയാണ് ഇന്ന് ഇത് ആലപിക്കപ്പെടുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ടായിരുന്നത്. 4-ാം തീയതി പൊതുഭരണ വകുപ്പ് പുറത്തിറക്കുന്ന ഈ സ്വാതന്ത്ര്യ ദിനാചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വന്ദേമാതരമില്ല. 6-ാം തീയതി CS പുറത്തിറക്കുന്ന കാര്യത്തിൽ വന്ദേമാതര ആലാപനവുമായി ബന്ധപ്പെട്ട കേന്ദ്ര നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നത് പറയുന്നുണ്ട്. അത് ഇതുവരെയും റദ്ദാക്കിയിട്ടില്ല. വന്ദേമാതര ആലാപനവുമായി ബന്ധപ്പെട്ട കേന്ദ്ര നിർദ്ദേശങ്ങൾ ഫെബ്രുവരിയിൽ പുറത്തിറക്കിയതാണ്. അതിൽ ഈ 6 ഖണ്ഡികകൾ പറയുന്നുണ്ട്. അതിനൊപ്പം വെച്ചിരിക്കുന്ന വെബ്സൈറ്റ് ലിങ്ക് ഉണ്ട്. ആ വെബ്സൈറ്റിൽ വന്ദേമാതരത്തിന്റെ പൂർണ്ണ രൂപമാണ് നൽകിയത്. മാത്രമല്ല ഹർഘർ തിരങ്കയുമായി ബന്ധപ്പെട്ട് അതിപ്പോ 3-ാമത്തെ തവണയാണ് ഹർഘർ തിരങ്ക സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് ആചരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വന്ദേമാതര ആലാപനം ഉണ്ടാകണം എന്നുള്ളതും പറയുന്നു. അപ്പോ ഈ തരത്തിലുള്ള കേന്ദ്ര നിർദ്ദേശങ്ങൾ നിയമബന്ധിതമല്ല എങ്കിലും ആലപിക്കപ്പെടേണ്ടതുണ്ട്, അത് ചെയ്യേണ്ടതുണ്ട് എന്നൊരു പ്രതികരണം നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ മുരളീധരന്റെ ഭാഗത്തുനിന്ന്, മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായതിൻ പേരിലായിരുന്നു വിവാദങ്ങളൊക്കെ. ഞാൻ ഇപ്പോഴും പറയുന്നു, സംസ്ഥാന സർക്കാർ അത് നയമായി സ്വീകരിക്കുകയും കേരളത്തിൽ എവിടെയും നടപ്പിലാക്കാതിരിക്കുകയും ചെയ്തു. പക്ഷേ അവസാന നിമിഷം വരെ ഉണ്ടാക്കിയ ആശയക്കുഴപ്പങ്ങൾ പിന്നെ എന്തിനായിരുന്നു? ആശയക്കുഴപ്പങ്ങൾ എന്തിനായിരുന്നു എന്ന ചോദ്യം യഥാർത്ഥത്തിൽ എന്നോടല്ല ചോദിക്കേണ്ടത്. ഇരിക്കട്ടെ, പക്ഷെ എനിക്കൊരു അല്പസമയം, ഇവരൊക്കെ എടുത്തതുപോലെ ദീർഘമായ സമയം വേണ്ട, പക്ഷെ ഉയർന്നു വന്നിട്ടുള്ള കാര്യങ്ങൾക്കോട് ഒന്ന് റെസ്പോണ്ട് ചെയ്യേണ്ട അല്പസമയം അങ്ങ് നൽകണം. ബഹുമാന്യനായ സുപ്രീം കോടതിയിലെ നിയമവിദഗ്ധൻ കൂടിയായിട്ടുള്ള അഭിഭാഷകനോട് അങ്ങ് ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തെ മുൻനിർത്തിയായിരുന്നു അങ്ങയുടെ ചോദ്യം. ആ ചോദ്യത്തിന്റെ വാർത്താ സമ്മേളനത്തിന്റെ ആധാരമായി അദ്ദേഹം പറയുന്നത് എന്താണ്? കേന്ദ്ര സർക്കാർ പ്രസിഡന്റ് ഒപ്പിട്ട് നിയമമാക്കിയിട്ടുണ്ട്, മുഴുവൻ പാടണം. ഇതാണ് ചോദ്യം. ഇത്രയും സങ്കീർണമായി അതിന് മറുപടി പറയേണ്ടതുണ്ടോ എന്ന് അദ്ദേഹത്തിന്റെ അത്ര നിയമപാണ്ഡിത്യം നിർബന്ധമായും എനിക്കില്ല. അത് പ്രേക്ഷകർക്കും അറിയാം, എനിക്കും സ്വന്തമായി ബോധ്യമുണ്ട്. പക്ഷേ എന്റെ അറിവ് കുറവ് കൊണ്ടായിരിക്കും മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു പച്ചക്കള്ളമാണ്, ഒരു പരമമായ നുണയാണ്. പ്രസിഡന്റ് ഒപ്പിട്ട് മാറിയ നിയമത്തിൽ ഇത് പൂർണ്ണമായി ആലപിക്കണമെന്ന് എവിടെയുമില്ല. കാരണം എന്താണ്? അദ്ദേഹം തുടർച്ചയിൽ വേണോ വേണ്ടയോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടണം എന്ന് പറയുന്ന രീതി നമുക്ക് പാടില്ല. വേണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ നിയമപരമായി പൂർണ്ണമായി പാടേണ്ടതുണ്ടോ? പാടേണ്ടതില്ല. കാരണം എന്താണ്? ഇതിനേക്കാൾ വലിയ രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ നാഷണൽ ആന്തം പാടണോ വേണ്ടത് ചോദിച്ചപ്പോ ഇന്ത്യൻ സുപ്രീം കോടതി ആസ് പെർ ദ ബിജോയ് ഇമ്മാനുവൽ വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് കേരളയിൽ പറഞ്ഞത് മാൻഡേറ്ററി അല്ല, അഡ്വൈസറി ആണ്, നിങ്ങൾക്ക് നിർബന്ധമില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? ഡോണ്ട് ഡിസ്റെസ്പെക്ട്, ഇന്ററപ്റ്റ് ചെയ്യാൻ പാടില്ല, ബഹുമാനക്കുറവ് കാണിക്കാൻ പാടില്ല. അത്രയേ ഉള്ളൂ. ഈ ജനഗണമനയേക്കാൾ വലിയൊരു ഗീതവും എന്തായാലും 947 മുതൽ 2026 വരെയുള്ള 80 വർഷക്കാലത്തിനിടയിൽ ഇന്ത്യയിലില്ല. അത്രയും പറയാനുള്ള വിവേകവും ബുദ്ധിയും പരിമിതമായ തോതിൽ എനിക്കുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു പച്ചക്കള്ളമാണ്, പൂർണ്ണമായി പാടണമെന്ന് എവിടെയുമില്ല. അത് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ട വസ്തുതയാണ്. സംഘപരിവാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതാണ് ഇവിടുത്തെ കോൺഗ്രസ് നയമെന്ന്. അങ്ങനെയാണെങ്കിൽ നടപ്പിലാക്കിയിട്ടില്ലല്ലോ. ഇന്ന് വേണമെങ്കിൽ നടപ്പിലാക്കാമായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് ഈ നിലപാട് തന്നെ പറയായിരുന്നു. അപ്പൊ അതിലൊരു പുനർചിന്ത ഉണ്ടായിട്ടുണ്ട് എന്നില്ലേ? അത് ഇനിയിപ്പോ അദ്ദേഹം അതുകൂടെ നടപ്പിലാക്കിയാൽ AICC ആഫീസിലോ KPCC ആഫീസിലോ പോയിരിക്കേണ്ട വരത്തില്ല. പുതുതായി പണിത മാരാർജി ഭവനിൽ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനെ മാറ്റിയിട്ട് അദ്ദേഹം പോയിരിക്കേണ്ടതായി വരും. അപ്പോ ഇപ്പൊ 2026 പശ്ചാത്തലത്തിൽ അദ്ദേഹം നിലവിൽ അതിന് തയ്യാറില്ല. ഇനി 31 വരെയുള്ള 5 വർഷക്കാലത്തിനിടയിൽ അതിന് തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നെ ബാക്കി കാര്യം, ബഹുമാന്യനായ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത് എന്താണ്? ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ സ്റ്റാൻഡ് ഉണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പോലെയല്ല. 936 പ്ലീനറി സെഷനിൽ തന്നെ ടാഗോറിനെ സാക്ഷി നിർത്തി. അതൊക്കെ ഞാൻ പറഞ്ഞത് തന്നെയാണ്, അദ്ദേഹം ആവർത്തിച്ചു. എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. കോൺഗ്രസ് സ്റ്റാൻഡ് എടുത്തു. എന്നിട്ട് പറഞ്ഞു ഇപ്പോൾ സംഭവിച്ചത് പിഴവാണ് അല്ലേ? അത് എത്ര പിഴവാണ് ഇന്ന് സംഭവിച്ചത്? പ്രേക്ഷകരായിട്ടുള്ള കോൺഗ്രസുകാർ അടക്കമുള്ള വിവേകവും ബുദ്ധിയുള്ള ആളുകൾ മനസ്സിലാക്കണമല്ലോ. ഇന്ന് മാത്രം സംഭവിച്ച പിഴവ് എത്രയാണ്? AICC ഓഫീസിൽ ഒരു പിഴവ്, കർണാടക സർക്കാരിന്റെ 2ാമത്തെ പിഴവ്, ഹിമാചൽ പ്രദേശ് സർക്കാരിന്റെ 3ാമത്തെ പിഴവ്, നമ്മുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അല്പമാസങ്ങൾക്ക് പുറകിൽ വേറൊരു പിഴവ്, അതിനുശേഷം ഇന്ന് കേരളത്തിലെ സർക്കാരിന്റെ കീഴിലുള്ള ഫോറസ്റ്റ് ഓഫീസിൽ പുതിയൊരു പിഴവ്. ഈ പിഴവുകൾക്കെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും പിഴവ് എങ്ങനെ ഉണ്ടാകുന്നു? കോൺഗ്രസ് നേതാവേ, പോട്ടെ, ഈ പിഴവുകൾ നടത്തിയ AICC ഓഫീസിലെ ഗായക സംഘം, കർണാടക ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന DK ശിവകുമാർ, ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള സുഖ്വിന്ദർ സിംഗ് സുഖു, നമ്മുടെ വനം മന്ത്രി, അതേപോലെ തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് നേതൃത്വം നൽകിയിട്ടുള്ള കേരളത്തിലെ UDF ഗവൺമെന്റിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥ വൃന്ദം, പിഴവുകൾ ചെയ്താൽ തെറ്റുതിരുത്തി നടപടിയെടുക്കാമെന്നതല്ലേ നമുക്ക് എല്ലാവർക്കും ഗോപ്യമായ ഒരു മാർഗം? ആ പിഴവ് തിരുത്തൽ സമീപനം അങ്ങ് സ്വീകരിക്കുമോ? എന്നിട്ട് ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ പൊള്ളത്തരം തുറന്നു കാണിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങ് പറയുകയാണ്, നിങ്ങൾ കോൺഗ്രസിനെ വിമർശിക്കല്ലേ, വിമർശിച്ചാൽ നിങ്ങൾ BJP ആകും.
എന്റെ പൊന്നു ബഹുമാനിയായ കോൺഗ്രസ് നേതാവേ, കാലം എത്രയായി, വെള്ളം എത്ര ഒഴുകിപ്പോയി. നിങ്ങളെ വിമർശിച്ചാൽ നിങ്ങൾ BJP ആക്കുവോ? അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ സമീപത്ത് RSSന്റെ മുട്ടുകുത്തിച്ച് നടന്ന 2 സമരമായിരുന്നില്ലേ? ഒന്ന് ജന്തർ മന്ദർ സമരം, 2 അതിനു മുമ്പ് കർഷക സമരം. 763 കർഷകർ ജീവനൊടുക്കി. ഇന്ത്യയിൽ കോൺഗ്രസിന് ഒരു കർഷക സംഘടനയുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ RSS തോറ്റുപോയത് കർഷക സമരത്തിന് മുമ്പിലാ. നിങ്ങൾ ആരവിടെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് എന്ത് പങ്ക് RSSനെ തോൽപ്പിക്കുന്നതിലുണ്ടായിരുന്നത്? ഇപ്പൊ ജന്തർ മന്ദർ സമരം, ആ ജന്തർ മന്ദർ സമരത്തിന്റെ നേതൃപദവി അലങ്കരിച്ചിരുന്ന അഭിജിത്ത് ദീപ്ക എന്ന അമേരിക്കൻ സർവകലാശാലയിലെ വിദ്യാർത്ഥി എല്ലാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും RSS ജയിക്കുമ്പോൾ മതനിരപേക്ഷവാദിയായ, അദ്ദേഹം ഏത് പാർട്ടി എന്നുള്ളത് ഇപ്പോഴും എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, മതനിരപേക്ഷവാദിയായ അഭിജിത്ത് ദീപ്ക എന്ന ഇന്ത്യൻ വിദ്യാർത്ഥി, ഞാൻ അങ്ങനെയാണ് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അയാളുടെ പ്രതികരണം എന്താണ്? RSSന്റെ വിജയത്തിന്റെ കാരണമെന്ന് പറയുന്നത് അവർക്കെതിരെ ക്രീസിൽ ബാറ്റുമായി നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. പറഞ്ഞതാരാണ്? ഈ ജന്തർ മന്ദർ വിദ്യാർത്ഥി സമരത്തിൽ കോൺഗ്രസ് ഒഴികെ ബാക്കി എല്ലാ പാർട്ടികളുടെയും ജന്തർ മന്ദറിന്റെ പിന്തുണയോടുകൂടെ BJPയുടെ നേതാവ് ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിച്ച, ഇല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ രാജിവെപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച സമര നേതൃത്വം ഇന്ത്യയുടെ പുതുതലമുറയാണ് പറയുന്നത് RSSന്റെ ഭാഗ്യം നിങ്ങളാണ് എന്നുള്ളത്. ഒറ്റ ഭാഗം കൂടെ പറയാൻ അങ്ങനെ അനുവദിക്കണം. അദ്ദേഹം ചോദിക്കുന്നു, പിന്നെ കോൺഗ്രസിനെ എതിർത്ത് ഈ പട്ടം നൽകിയല്ലോ, അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തോഴൊക്കെയല്ലേ ഇതിനെ സംബന്ധിച്ച് പറയേണ്ടത്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ വേണമെങ്കിൽ നമുക്ക് കരുതാം. ഏത് ഇക്കാര്യത്തിൽ വിമർശനം ശക്തമായിട്ട് ഉന്നയിച്ചത് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി പ്രതീകമായി വന്നിരിക്കുന്ന ഞാനാണല്ലോ. അപ്പൊ ഇടതുപക്ഷക്കാർക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കില്ല അല്ലേ? അങ്ങ് പറയുന്നതിന് ഞാൻ വിട്ടേക്കാം. പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, ചരിത്രബോധമുള്ള അങ്ങനെ ഒരാൾ കോൺഗ്രസിലുണ്ടെങ്കിൽ അവർക്കറിയാം പൂർണ്ണ സ്വരാജ് 921 അഹമ്മദാബാദിലെ കോൺഗ്രസിന്റെ പ്ലീനറി സെഷൻ, ആ പ്ലീനറി സെഷനിൽ പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം അവതരിപ്പിച്ച ആളുകളുടെ പേരെന്താണ്? ഇപ്പോഴത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ പ്രത്യേകം പറയണം. ഒന്നൊരു മുസൽമാനാണ്, രണ്ടൊരു ഹിന്ദുമത സന്യാസിയാണ്. ആ സന്യാസിയുടെ പേരെന്താണ്? സ്വാമി കുമാരാനന്ദ. മുസൽമാന്റെ പേരെന്താണ്? മൗലാന ഹസ്രത്ത് മൊഹാനി അല്ലെ? രണ്ടുപേരും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ആ 2 കമ്മ്യൂണിസ്റ്റുകാരാണ് ഇന്ത്യയിൽ പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്ന പ്രമേയം ആദ്യം അവതരിപ്പിച്ചത്. ഇനിയിപ്പോ CPIMന്റെ കണക്കിലെ ഒറ്റക്കാരുടെ ഇനിയിപ്പോ CPIMന്റെ കണക്കിലേക്ക് വന്നാലോ? അങ്ങേക്കറിയാമോ, ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് CPIM രൂപീകരിച്ചപ്പോൾ നവരത്നാസ് 9 പേരായിരുന്നു അന്ന് പോളിറ്റ് ബ്യൂറോ മെമ്പർമാരായി ഉണ്ടായിരുന്നത്. 9 പേർ ആകെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ജയിലിൽ കടന്ന വർഷം എത്രയാണെന്നറിയാമോ? BT രണദിവെ, P സുന്ദരയ്യ, M ബസവപുന്നയ്യ, ഹർകിഷൻ സിംഗ് സുർജിത്ത്, EMS നമ്പൂതിരിപ്പാട്, AKG, P രാമമൂർത്തി, പ്രമോദ് ദാസ് ഗുപ്ത, ജ്യോതി ബസു. 60 വർഷവും 3 മാസവുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലെ 9 പേർ മാത്രം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി ജയിലിൽ കിടന്നത്. 60 വർഷവും 3 മാസവും. 10 പേരെ കാണിക്കാവോ കോൺഗ്രസിന്? ഞങ്ങൾ ചെറിയ പാർട്ടിയാണല്ലോ. പിന്നെ BJP ഞാൻ ഇടപെടുകയാണ്. അല്ലല്ല, ഇത്രയും സമയം അനുവദിക്കാൻ കഴിയില്ല. ജയിക്കിനോട് ക്ഷമിക്കണം. 2 പേരിലേക്ക് കൂടി പോകാനുണ്ട്. ഇടവേളയ്ക്ക് ഡിബേറ്റ് വിത്ത് മാധു സജി.